ഹലോ ഗൈസ്, അപ്പോൾ ഞാനിത് എൻ്റെ ബാക്കിൽ വേള നിൽക്കണണ്ട ഹെൽമെറ്റൊക്കെ വെച്ച് എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലായേ? സംഭവം വേറെ ഒന്നല്ല, അവിടെ ഈ കാണുന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടിയാണ്. അതിൽ എണ്ണ പൊട്ടിത്തെറിക്കുക, മറ്റേ ഇത് തെറിക്കണമെന്നും പറഞ്ഞാണ് ഒന്ന് ഇങ്ങനെ ഹെൽമെറ്റ് വെച്ച് നിൽക്കുന്നത്. മണി ബിഗ് ബോസ് എന്നിട്ട് പൊട്ടിത്തെറിച്ചില്ലേ, അതുപോലെ ഒരു സൺഡേ ഈവനിങ്ങത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് നമുക്ക് മുളക് ബജി ഉണ്ടാക്കാമെന്നും മറ്റേ മുളക് ബജി മുട്ട ബജി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ആള് കാണിക്കാണ് ഈ കാണുന്നത്. ശരിക്കും അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ദേ ഈ മുട്ട ബജി ഉണ്ടാക്കി പൊട്ടിത്തെറിച്ച്, പക്ഷെ മുട്ട ബജി പെർഫെക്റ്റ് ആണ്. അതെ, പേളിമാണി ബിഗ് ബോസിൽ പോയപ്പോൾ പൊട്ടിത്തെറിച്ചില്ലേ, അതുപോലെ പൊട്ടിത്തെറിച്ചു ഈ മുട്ട ബജി. ശരിക്കും തെറിച്ച് നമ്മൾ സിനിമയിലൊക്കെയാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഹെൽമെറ്റും വെച്ച് സൺഡേ ഫണ്ടേ ആക്കണ പരിപാടിയാണ് ഈ കാണുന്നത്. ഇതിൽ കൂടുതൽ ഫണ്ടേ എന്നോ ആവണേ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ പരിപാടിയൊക്കെയാണ് ഞങ്ങളുടെ സൺഡേയിൽ നടക്കണത്. പോയാൽ കുറച്ച് ഫണ്ണുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മുഖമാണ് പോണേ. ഇതെവിടെ ചണ്ടോട്ട് നിനക്കപ്പോൾ അത് മൊത്തത്തിൽ മറ്റേ വലിയ ഇതെടുത്ത് വെക്കാറില്ല, ചെറിയ വലുത് വെച്ചിട്ടല്ലേ പൊട്ടിത്തിരി വന്നപ്പോഴേ എടുത്തു പറഞ്ഞേ. പൊട്ടിത്തെറിച്ച് അതിൽ വെള്ളം ഉണ്ടാക്കണം, നീ കഴുകിയത് അല്ലടാ, മുട്ടയുടെ ഉള്ളിയില്ലേ അതില് വെള്ളം തൊട്ടിട്ടാണ് പൊട്ടിച്ച്. നല്ലോണം തെറിച്ച് അതെനിക്കുള്ളൂ. ഇവൾക്ക് ഇങ്ങനെയാണ് കൈസ്. ഇവിടെ കുറേ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഓരോന്നും കൂടെ നോക്കും, അത് കഴുകി ഇത് കഴുകി ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കും. ഇത് അൺപ്ലാൻഡായിട്ട് പെട്ടെന്ന് വന്ന് വീടെടുത്തതിൻ്റെ പേരിലാണ് ഇത്രയും മെസ്സായിട്ടിരിക്കുന്നത്. ഇത് മൈദ പരാജയമായിട്ടില്ല എല്ലായിടത്തും. മൈദല്ല, അത് കടലമാവ്. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഗൈസ്, കടലമാവ് പരാജയം മുക്കാഞ്ഞിട്ടോളം ചെയ്യുന്ന പണി. അത് മുക്കാഞ്ഞിട്ടല്ല, പിടിക്കാഞ്ഞിട്ടാണ്. പോയൊന്നു തന്നെ ആരെങ്കിലും വിളിച്ചും പോയി തിന്നാറമ്മ വിളിക്കാ പോയി പ്ലാൻഡായിട്ട് ചെയ്യണത് നല്ലതല്ലേ, അൺപ്ലാൻഡായിട്ട് ഓരോന്ന് കിട്ടുമ്പോൾ ചെയ്യണത് എന്നാലേ കറക്റ്റായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പറയൂലേ വാ എന്നിട്ട് ക്ലിയർ ഒക്കെ പറയൂലേ. നോക്കൂ ഗൈസ്, എല്ലായിടത്തും മെസ്സാക്കി ഇട്ടിട്ട് പറയാനായിട്ടില്ല ഒന്ന് പോയെന്ന്. കഴിയുമ്പോ ഒന്ന് നോക്ക്. ഐശ്വര്യയുടെ മുട്ട ബജി മറ്റേ ഏത് കരിയാൻ പോകുന്നുണ്ടോ? അധികം വ്യക്തമായിട്ടാണ് നമ്മള് ഓരോ മുളക് എടുക്കാൻ പോകുന്നത്. വല്ലപ്പോഴും അടുക്കളയിൽ കയറണം. ഈ പറഞ്ഞ കുഴപ്പമാണ്, കറക്റ്റായിട്ട് ചെയ്ത് നോക്കാം. ഞാൻ മറ്റേ കുക്കിംഗ് ചാനലൊന്നുമില്ല കറക്റ്റായിട്ട്
മുളക് ബജി ഉണ്ടാക്കാനുള്ള കുസ്തി കൊടുത്തോണ്ടിരിക്കുന്നത് കാണുന്നത്. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി 3 വർഷമായി ഇന്നേ വരെ ഞാനിവിടെ മുളക് ബജി ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിലാ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. വല്ലപ്പോഴും അടുക്കള കയറുന്നുള്ള സംഭവമാണ്. നല്ലോണം പൊട്ടിത്തെറിച്ച് മൂത്തോട്ട് ഷാബോറ് ചീറ്റുന്നവരെ ആ വെച്ച് എൻ്റെ മുഖത്ത് പോയി. നമ്മുടെ പാട്ടിന് പോയി നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞത് എന്തെന്നാ ഇത്? അത് ഇതെന്താ? ബജി മുട്ട എന്തിട്ടാണത്? പറ. ഹലോ ഗായ്സ്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ടോ? ചോദിച്ചോ. ഹലോ ഗായ്സ്, ഇത് അമ്മ ഉണ്ടാക്കിയ പൊട്ടി തീർക്കണ ബജി എന്ന് പറ. പൊട്ടിത്തെറിച്ച ബജി. ഇതിന്റെ സംസാരം നിങ്ങൾ കേട്ടില്ലേ? അതെ, ഇതാണ് ബജി. എങ്ങനെ ഇത് കഴിക്കണം ചേട്ടാ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഞായറാഴ്ച വൈകുന്നേരത്തെ കണ്ടിട പരിപാടി. കഴിച്ച് ഇത് പറയാം എങ്ങനെയുണ്ട്. വാവ്, ശരിക്കും പറയണം. അവിടെ മാവില്ല. നാളെ അമ്മ ഉണ്ടാക്കുന്നതായിരിക്കും എല്ലായിടത്തും മാവായിട്ട്.